ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ആക്ഷൻ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എങ്ങനെയാണ്, ഇപ്പോഴുള്ള ഒരു സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ അടവുകളും പയറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഏറ്റവും സ്നേഹത്തോടെ സംസാരിച്ച് നോക്കിയിട്ടുണ്ടാവും. ഈ ഒരു പേഴ്സണോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ വളരെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവല് അളന്ന് നോക്കിയിട്ടുള്ള ശരിക്കും പറഞ്ഞ റിലേഷൻഷിപ്പായിട്ട്, അതായത് ഒരു ക്ഷമയുടെ പലകയിൽ ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ വരെ നിങ്ങൾ താഴ്ന്നു പോയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഇത്രയധികം ഒരു കാത്തിരിപ്പോ ക്ഷമയോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു കോംപ്ലിക്കേഷൻസ് മാറാനായിട്ട് അത്രത്തോളം നിങ്ങൾ ക്ഷമയോടെ കാത്തു നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷമ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം. ആ ഒരു തരത്തിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മുൻപിൽ നിങ്ങളുടെ ഒരു ആത്മാഭിമാനം പോലും പണയപ്പെടുത്തി നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ അടുത്തൊന്നും നിങ്ങൾ അത്രത്തോളം ആ ഒരു ക്ഷമയോടെ അല്ലെങ്കിൽ ഒരു യാചനയോടെയൊക്കെ നിന്നിട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും കളഞ്ഞ് നമ്മൾ കെഞ്ചിപ്പോവുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള പോയിട്ടുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ഇനി ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ താണു വീണ് ചോദിച്ചിട്ടുണ്ടാവാം. നമ്മൾ പറഞ്ഞ പോലെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടാകാം. ഇവര് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പൊറുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാകാം, ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകും, മറ്റു മാർഗങ്ങളിലെല്ലാം നിങ്ങൾ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കാത്ത രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ തരാത്ത രീതിയിലായിരിക്കാം ആ ഒരു പേഴ്സൺ പെരുമാറുന്നത്. ഇനി മിണ്ടുന്നവരാണെന്നെങ്കിൽ ചിലപ്പോൾ വളരെ ദേഷ്യത്തോടെ ആയിരിക്കാം പെരുമാറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റിയും തരാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി ഒപ്പം ഉണ്ടാവാം. അതായത് ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടാവാം. പക്ഷെ ആ ഒരു സ്വരച്ചേർച്ച ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിണ്ടുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, അവൈലബിൾ ആണ്, കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു പേഴ്സണുമായിട്ട് അത്രയും ഒരു നല്ല രീതിയിൽ പോവുക എന്നുള്ള ഒരർത്ഥമില്ല. അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ
എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കാര്യമായിട്ട് അവരിലേക്ക് അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെയുള്ള ആ ഒരു ലിങ്ക്, ആ ഒരു ബോണ്ടിലെത്താനായിട്ട് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ കറണ്ട് എനർജീസ് ഈ ഒരു തരത്തിൽ പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും ഈ ഒരു വീഡിയോയുമായിട്ട് കൂടുതലായിട്ട് റെസൊനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിയോട്, അല്ലെങ്കിൽ ഇതേ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്, ഇനി ഇതിനകത്തേക്ക് നിങ്ങളുടെ ഒരു എനർജി ഉണ്ടാവാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ഡിസപ്പോയിൻമെന്റ്, നിരാശ ഉണ്ടാവുന്നുണ്ട് അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടം, ആ ഒരു വിഷമം അവർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് പോകരുതെന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ കാല് പിടിച്ച് നിർത്താനോ ഒന്നും തൽക്കാലം ഈ ഒരു പേഴ്സൺ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു എനർജി അത്തരത്തിലാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഈ ഒരു പേഴ്സണോട് പറയാനായിട്ട് തീരുമാനിച്ചില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ചോദിക്കുന്നത്. അപ്പോൾ അത് തരാനോ പറയാനോ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ആ ഒരു പേഴ്സണോട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത് ആ ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കാല് പിടിച്ച് പുറകെ വരാനോ അല്ലെങ്കിൽ പോകണ്ടെന്ന് പറയാനോ ഒന്നും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ഒരു ശരിക്കും ഒരു വിക്ടിം മെന്റാലിറ്റി ആയിരിക്കാൻ വരിക. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്നാണ് നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റും ക്ലാരിറ്റിയും ഒക്കെ ചോദിക്കുന്നത്. ഇവർ തരാത്തതിന്റെ ഒരു പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുകയുള്ളൂ. നിങ്ങൾ അവരെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ നിങ്ങളാണ് എന്നുള്ളൊരു ധാരണയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ഞാനാണ് സഫർ ചെയ്യുന്നതെന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. ഇതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നിങ്ങളാണ് എന്ന് അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവര് അവരുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയാ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ തന്നെ അവർ കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു വിക്ടിമായിട്ട് അവർ കരുതുന്ന ആ ഒരു തരത്തിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ എനർജി ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അയ്യോ ഇതിൽ നിന്ന് പോകണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ക്ലാരിറ്റി തരാം എന്നുള്ളൊരു രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ അവരങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല. പകരം ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ ആയിരിക്കും പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നിങ്ങൾ സംസാരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആവണ്ട, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു വഴക്ക് കൂടാനുള്ള സാധ്യത അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറന്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു ഫോക്കസ് തരാതിരിക്കുന്നത് ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒന്ന് നിൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവരോട് ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്കാണ് ഇവർ ശരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 of Wands-ന്റെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അത് മാനസികമായിട്ട്, എന്നാൽ അവർക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, ഞാനും അതുമായിട്ട് പൊരുത്തപ്പെടാം, അല്ലെങ്കിൽ ഞാനും നിൽക്കുന്നില്ല, എന്നെ വേണ്ടാത്തവർ എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് അവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അത്രത്തോളം ഒരു ബേർഡൻ ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്ത് അവരുടെ മനസ്സുകൊണ്ടും അവരും വേണ്ട എന്ന് വെക്കാനുള്ള ഒരു തീരുമാനം, ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഒരു പ്രോപ്പർ ഡിസിഷൻ എല്ലാം എടുക്കാൻ സാധിക്കാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഭാഗത്ത്. നിങ്ങളും ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു. തേർഡ് പാർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചേത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണോടാണ് നിങ്ങളിപ്പോൾ പോയിട്ട് ഇങ്ങനെ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു, തേർഡ് പാർട്ടി ഒരു സൈഡിൽ നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പെട്ടു നിൽക്കുന്ന ഒരു പേഴ്സണോടാണ് നിങ്ങൾ പോയിട്ട് പറയുന്നത് ഞാനിങ്ങനെ വിട്ടിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇനി ഇത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇതിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സോ അവർക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് അത് കേൾക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളോടായിട്ട് ഒന്നും പറയാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ നാളെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നിങ്ങളായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്, അവരായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു നിരാശ ഉണ്ടെങ്കിൽ പോലും കൂടുതലൊരു എന്താ പറയുക, ഒരു പ്രഷർ തരാനോ പിടിച്ചു നിർത്താനോ ഒന്നും അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരില്ലേ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൂടുതലൊരു ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ, നമ്മളിൽ തന്നെയുള്ള ഏറ്റവും മനോഹരമായ ഇടങ്ങൾ, മനോഹരമായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തിയോടുള്ള വാശി കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്, അബദ്ധങ്ങളായിട്ട് വരാറുണ്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ചിലവരാണെങ്കിലും ഒക്കെ ഒരു അവരോടൊക്കെ ഒരു ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഒരു റിവെഞ്ച് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ഇവിടെ മുന്നിലൊക്കെ ഒന്ന് നമുക്കൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ബെറ്റർ പ്ലേസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ കൂടുതൽ മണ്ടത്തരങ്ങൾ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുന്നും പിന്നും നോക്കാതെയുള്ള പ്രവൃത്തി കൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു വ്യക്തത തരാത്തത് എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുറ്റവും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ പേരിൽ തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അങ്ങനെയാണ് ആദ്യമത്തെ കാർഡുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവർക്ക് ജീവിച്ച് കാണിക്കാൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കൂടുതൽ നന്നായിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ഉള്ള പ്രവർത്തികളായിരിക്കും ഈ ഒരു പേഴ്സൺ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇവർക്കതൊരു ട്രാപ്പായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പിന്നീട് അങ്ങോട്ട് ശ്രമിക്കുന്നതെല്ലാം നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ മെന്റാലിറ്റിയിലൊക്കെ അവർ പോകാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് പോകാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു കിടക്കാനായിട്ട് ആ ഒരു പേഴ്സൺ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്രാപ്പാണെന്ന രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളോ മറക്കാനായിട്ട് ശ്രമിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വേണ്ട എന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് മറന്നു കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ആയിരിക്കും നമുക്കത് എത്രത്തോളം നമ്മളെ അത് പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഒപ്പം ഉള്ളപ്പോൾ നമ്മളത് കാര്യമായിട്ടൊന്നും എടുക്കില്ല, നമ്മളത് ഒരു സംഭവമായിട്ടൊന്നും നമ്മൾ എടുക്കില്ല. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളായിട്ടത് വേണ്ടാന്ന് വെക്കാൻ പോകുമ്പോഴാണ് ഓരോ നിമിഷവും അതിന്റെ ഓർമ്മകൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് കയറി വരുന്നത്. നമ്മൾ എന്ത് കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് മറക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു മറക്കാൻ ശ്രമിക്കുന്ന കാര്യമായിരിക്കും ഏറ്റവും നമ്മുടെ മെമ്മറിയിലേക്ക് വരിക. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവർക്ക്.
ഇതിൽ നിന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പൂത്തുലഞ്ഞു നിന്ന കാലം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സമയത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയ വ്യക്തികളായിരിക്കാം ആദ്യ കാലങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ വിചാരിച്ചാൽ പോലും ഇറങ്ങി പോരാനായിട്ട് കഴിയാത്തത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു സ്പൈങ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങളായിട്ടാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇറങ്ങി പോകുന്നതെങ്കിൽ പോലും എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് തന്നെ വീണ്ടും ചെല്ലും എന്നൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാറ്റേൺ പോയിട്ടുള്ളത്. പലപ്പോഴും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളായിട്ട് തിരിച്ചു ചെല്ലുന്നുണ്ടാവാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് പഠിച്ച പണി 18 നോക്കി ഇത് നിൽക്കാനായിട്ട് നോക്കി നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ ഈ ഒരു പേഴ്സൺ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് നിങ്ങൾ തിരിച്ചു ചെന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ ഇനി അത് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് വന്നില്ല, അങ്ങനെയുള്ള തിരിച്ചുവരവുകൾ ഉണ്ടായില്ല. അവർ വീണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ അവരിപ്പോൾ ജോലി ചെയ്യുകയാണ്, ആരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ് അവർ നിങ്ങളിലേക്കായിരിക്കും വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിരിക്കും അവർക്ക് ആ ഒരു എന്താ പറയാ ഈഗർലി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങി പോയിട്ട് തിരിച്ചു വരാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കും ഈ ഒരു പേഴ്സന്റെ മനസ്സിലൂടെ പോകുന്ന തോട്ട്സ് ഒക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ പേഴ്സണ് മനസ്സിനകത്തുണ്ടെങ്കിലും അവരത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അവർക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കൂടുതലായിട്ടും ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പേഴ്സൺ നമുക്ക് ഇത്രയും കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് അവർക്ക് തീർച്ചയായിട്ടും ഒരു സ്നേഹമുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോ കാർഡിനകത്തും അവർക്ക് ഇത്രയും അധികം ഒരു ഈഗോ കാണുന്നുണ്ട്. അവർക്ക് സ്നേഹമുണ്ട്, ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ എല്ലാ കാർഡിലും നമുക്ക് ആ ഒരു ഈഗോ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ വളരെയധികം ആലോചനയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവർ ഒരു റെസ്റ്റിലാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് വന്ന് സംസാരിക്കാനുള്ള ആ ഒരു മനോവിഷമം അപ്പോഴും അവർക്ക് അത് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്ന പോലെ നമുക്ക് ആ ഒരു ലാസ്റ്റ് കാർഡിൽ കിട്ടിയിരിക്കുന്നത്, അതായത് കംപ്ലീറ്റ് ക്ഷമയും നശിച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമാണ് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിന് വരിക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഈഗോ ഉള്ള പേഴ്സൺ ആണെന്നുള്ളത്. കാരണം അങ്ങനെ ഉള്ള ആളുകൾക്കാണ് ഇതുപോലെ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും അവസാനം വരെ അവർ പിടിച്ചു നിൽക്കും. അവരുടെ ആ ഒരു ഈഗോ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നത്. ആരുടെയും മുന്നിൽ താന്നു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റില്ല, അതൊരു വാശി അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള എല്ലാ ഒരു സാധ്യതയും നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ ഒരു പേഴ്സൺ ശരിക്കും ഒരു പാവാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു ഈഗോയും അതുപോലെ തന്നെ പിടിവാശിയും ഒക്കെ ഉള്ള വ്യക്തികൾ ആ ഒരു സ്വഭാവം ആകുമ്പോൾ ആൾക്കാർക്ക് കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പോൾ അവരെ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളോട് ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ക്ഷമയുടെ ലെവല് അളന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ക്ഷമ എന്താണ് എന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു മനോഭാവം നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ശ്രമിക്കും. പക്ഷെ അത് പിന്നെ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ അവരുടെ മനസ്സിനകത്ത് അത്രയും ഡീപ്പാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. അവർ ചിന്തിക്കുന്നതിനും അപ്പുറം ഡീപ്പാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അവർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഓവർകം ചെയ്യാനായിട്ട് കഴിയാത്തത്. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർഡ്സിലൂടെ നോക്കുമ്പോഴാണെങ്കിലും ഒരു ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോഴാണ് ഇവർക്ക് ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് അവർ എത്തുക. അതുവരെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സഹിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങനെ മടിച്ച് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 1998 എന്ന് പറയുന്നൊരു വർഷമാണ്. ടെക് പരമായിട്ടുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അക്കൗണ്ടന്റ്, സാമ്പത്തിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ട്രൂ ലവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തുടരെ ഈ ഒരു ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നമ്പർ 47. വയനാട് ജില്ല. റെയിൻബോ സൈൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. യെസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ. ഓക്കെ, ചോക്ലേറ്റ് ലവർ. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1992 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43. അതുപോലെ തന്നെ 1986 ലെറ്റർ G. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഇസ് ചെസ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.